ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് വളരെ വേദനയോടുകൂടി ചോദിക്കുകയാണ്, ഇന്ന് വരെ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടോ, അള്ളാന്റെ ഖുർആന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി കേട്ടിട്ടോ ഒരു തുള്ളി കണ്ണുനീര് എന്റെയും നിന്റെയും കണ്ണിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടോ? കരഞ്ഞ കണ്ണുണ്ടോ? കരഞ്ഞത് ഓർമ്മയുണ്ടോ? പറയാതിരിക്കാൻ പറ്റുമോ? ഓ മുസ്ലിമീങ്ങളെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞൊരു രാത്രി ഉണ്ടല്ലോ, അല്ലാ ജീവിതത്തിൽ എത്ര റമളാൻ കഴിഞ്ഞു പോയി, എത്ര ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയി, അത് കാത്തി എത്ര ഉറക്കമൊഴിച്ചു, എത്ര ദുആ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലാ. തുറന്നു പറയാ, ജീവിതത്തിൽ ഒരിക്കലെങ്ങാനും ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങി വരുന്ന മലക്കിനെ കണ്ടാല്, മലക്കൊന്ന് കൈപിടിച്ചാല്, മലക്കൊരു സലാം പറഞ്ഞാല്, അല്ലാഹ് അല്ലാഹ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അന്ന് കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാ. സാധാരണ ഇറങ്ങി വരുന്ന മലക്കുകളല്ല, ആ മലക്കുകൾ കൊല്ലത്തിൽ ഡ്യൂട്ടിയേ ഉള്ളൂ. ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങി വരന് മാത്രമാ. സിദ്റത്തുൽ മുൻതഹാ എന്ന മരത്തിന്റെ കൊമ്പത്തിരിക്കുകയാ, ഇലകളിലാ. ഒരു കൊല്ലം ആ മലക്ക് തസ്ബീഹ് ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, അല്ലാഹു തആലാനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മലക്കൊരു കൊല്ലം ചൊല്ലിയതായ തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, തഹ്മീദിന്റെ പ്രതിഫലവുമായിട്ടാണ് കോടിക്കണക്കിന് മലക്കൾ അന്നത്തെ രാത്രി ഇറങ്ങി വരുന്നത്. ഓരോ മലക്കും താൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ, തന്റെ ഒരു കൊല്ലത്തെ തസ്ബീഹിന്റെ, ഒരു കൊല്ലത്തെ തക്ബീറിന്റെ, ഒരു കൊല്ലത്തെ തഹ്ലീലിന്റെ പ്രതിഫലം മുഅ്മിനായ ഓരോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുത്ത് തിരിച്ചു പോകുന്ന രാത്രിയാ. മുഅ്മിനീങ്ങളെ കണ്ടാൽ അവരെ കൈപിടിക്കുകയാ, നെറ്റിയിൽ മുത്തം വെക്കുകയാ, സലാം പറയുകയാ, ഒരു കൊല്ലത്തെ ഇബാദത്തങ്ങ് നൽകുകയാ. ഇതാണ് രാത്രിയുടെ പ്രത്യേകത. പക്ഷെ ആ മലക്ക് എല്ലാവരെയും കണ്ടുമുട്ടും. ഓരോരുത്തർക്കും ഓരോരോ മലക്കുകളാണ്. എന്നെ തേടി വരുന്ന മലക്ക് എന്നെ കാണാത്തത് കൊണ്ട് തിരിച്ചു പോകൂല. ഒരാളെയും ഉദ്ദേശിച്ചു വരുന്ന മലക്ക് അയാൾക്ക് കൊടുക്കാനുള്ളത് മറ്റൊരാൾക്ക് കൊടുത്തു പോകൂല. ഇങ്ങനെ കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്ന ഖദ്റിന്റെ രാത്രി എത്രയെത്ര കഴിഞ്ഞു പോയി. എന്നാൽ ഈ ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങി വന്നൊരു മലക്ക്, ഒരു മുഅ്മിനായ സ്ത്രീയെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുരുഷന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാ നെറ്റിയിൽ മുത്തം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടോ? അവൻ അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ കലാമ് കേൾക്കുമ്പോ, നരകത്തെ കേൾക്കുമ്പോ, സ്വർഗത്തെ കേൾക്കുമ്പോ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോ, അവരെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വരുന്നതാ. എനിക്കോ വരുന്നില്ല, നിങ്ങൾക്കോ വരുന്നില്ല. ഈ രാത്രിയുടെ ഒരു അംശം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഓർത്തു നോക്ക്, പഴയ കാലത്ത് കണ്ട ഇവിടെ ഒരുപാട് 800 കൊല്ലത്തെ പഴക്കമുള്ള പള്ളിയാണത്ര ഈ പള്ളി. അല്ലാഹു തആല ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും മരിച്ചവർക്കൊക്കെ വലിയ റഹ്മത്ത് ചെയ്യുമാറാവട്ടെ.
എന്നാൽ പഴയ കാലത്ത് റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, റമദാനോട് സലാം പറഞ്ഞ വെള്ളിയാഴ്ച ഉണ്ട് അല്ലേ? അന്ന് എത്ര ആളുകൾ കരഞ്ഞിരുന്നു. അവരറിയാതെ കരഞ്ഞു പോകും. അവർക്ക് അതിന്റെ അർത്ഥം കിട്ടിയിട്ടൊന്നുമല്ല, എന്താ പറഞ്ഞത് മനസ്സിലായിട്ടുമല്ല. പക്ഷേ അത് കേട്ടാൽ അവർ കരയുമായിരുന്നു. എന്തേ? അവർക്ക് ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കിന്റെ മുത്തം കിട്ടിയവരാ, മലക്കുകൾ കൈപിടിച്ചവരാ, മലക്ക് പ്രാർത്ഥിച്ചവരാ. നമ്മൾ എത്രയോ രാത്രി ഒരുപക്ഷെ ഉറക്കൊഴിച്ചിട്ടുണ്ടാകും, ദിക്റുകൾ അമ്പാടും ചൊല്ലിയിട്ടുണ്ടാകും, പലതും ചെയ്തിട്ടുണ്ടാകും. ഖദറിന്റെ രാത്രി പ്രതീക്ഷിച്ച് നമ്മൾ ഉറക്കമൊഴിച്ചിരുന്നിട്ടുണ്ടാകും. പക്ഷേ കണ്ണുനീര് വന്നിട്ടില്ല. എനിക്ക് അതിന്റെ രാത്രി കിട്ടിയോ കിട്ടിയില്ലേ എന്ന് സംശയിച്ചു നിൽക്കണ്ട. കണ്ണുനീര് വരുന്നുണ്ടോ? അള്ളാനെ പറ്റി കേൾക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കേൾക്കുമ്പോ, റബ്ബിന്റെ അനുഗ്രഹങ്ങളെ പറ്റി കേൾക്കുമ്പോ അറിയാതെ മനസ്സ് പെടഞ്ഞ് കരയുന്നുണ്ടോ? നിന്നെ മലക്ക് മുത്തിയിട്ടുണ്ട്, നിന്റെ കൈ മലക്ക് പിടിച്ചിട്ടുണ്ട്. ഒരു മലക്ക് ഒരു കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് അവര് സേവ് ചെയ്തിട്ടുണ്ട്. മറന്നു പോകണ്ട. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണോ? അതുകൊണ്ട് ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറയുന്നത്, എന്റെ വഅദ് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായം വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, അതൊന്ന് ചെവി കൊടുക്കണേ, ആ മജ്‌ലിസിലൊന്ന് ഇരിക്കണേ, ശരീരത്തൊന്ന് പിടിച്ചിരുത്തണേ. ഇത് ആമുഖമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരൊറ്റക്കൊന്ന് രണ്ട് കാര്യമേ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, നിങ്ങൾക്ക് കേൾക്കണോ? മനുഷ്യനാണ്, മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാ. മനുഷ്യൻ പൊതുവെ തെറ്റ് ചെയ്യും. മനുഷ്യന്റെ ശരീരത്തെ മൊത്തം വിട്ടാൽ, ഒരു നിയന്ത്രണമല്ലാതെ ശരീരത്തെ വിട്ടാൽ നന്നാകല്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്യും. വളരെ ശക്തമായ കടിഞ്ഞാണിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ തെറ്റിൽ നിന്നൊഴിവാകൂ. ആരാ ഇവിടെ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാവൽ നൽകിയിട്ടുള്ള അമ്പിയാക്കൾ, അവർ തെറ്റ് ചെയ്യില്ല. തെറ്റേതാണ് ശരിയേതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടവരാണ് അമ്പിയാക്കൾ. അപ്പൊ പിന്നെ അവർ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റും ശരിയുണ്ടെങ്കിൽ പിന്നെ തെറ്റേതാ ശരിയേതാന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് അമ്പിയാക്കൾ ശരിയെ ചെയ്യും, തെറ്റ് ചെയ്യില്ല. ഒരു നബിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെറിയ തെറ്റും ചെയ്തിട്ടില്ല, വൻദോഷവും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ടും ചെയ്തിട്ടില്ല, അറിയാതെയും ചെയ്തിട്ടില്ല, നബുവത്തിന്റെ മുൻപും ചെയ്തിട്ടില്ല, ശേഷവും ചെയ്തിട്ടില്ല. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതാണ് ബുദ്ധി, അതാണ് ലോജിക്. കാരണം ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് അമ്പിയാക്കൾ. അവര് ചെയ്യുന്നതിൽ തന്നെ തെറ്റും ശരിയും ഉണ്ടെങ്കിൽ പിന്നെ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ വേറെ ആൾ വേണ്ടി വരൂലേ? അതുകൊണ്ട് അമ്പിയാക്കൾ ഒരു തെറ്റും ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണന നൽകിയിട്ടുള്ള ഔലിയാക്കള്, അവർക്കും ഒരു ചെറിയ ഹിഫ്ളുണ്ട്, കാവലുണ്ട്. അല്ലാത്ത മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം എന്ന് ആ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല അല്ലാഹു. നിക്കടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം,
അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ശിക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല അല്ലാഹു. ഓ മുസ്ലിമീങ്ങളെ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് മനസ്സറിഞ്ഞ് തീരുമാനിച്ചാൽ, ആ തീരുമാനിക്കുന്ന സമയത്തു തന്നെ നന്മ രേഖപ്പെട്ടു കഴിഞ്ഞു. അത് ചെയ്താലോ 10 നന്മയായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. അതേ സമയത്ത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാലോ, കരുതിക്കൂട്ടി ഒരു തെറ്റ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി തീരുമാനിച്ചു, ഇന്ന് രാത്രി ഒരു പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചാൽ അവിടെ ഒരു തെറ്റ് രേഖപ്പെടുത്തുന്നില്ല. മറിച്ച് ആ തെറ്റവൻ ചെയ്താലോ, അവൻ ആ ഉദ്ദേശിച്ചതുപോലെ തീരുമാനിച്ചതുപോലെ അവൻ വ്യഭിചരിച്ചാൽ ഒരു തിന്മ അവന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നതാണ്. അതേ ഇടഭാഗത്ത് രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് രേഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ വലഭാഗത്തുള്ള മലക്ക് പറയും, എഴുതല്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ തെറ്റിപ്പോകരുത്. എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കരുത്. ഞാൻ ഉത്തരവാദിയല്ല. ഇടഭാഗത്തുള്ള ഒരു മലക്ക് തെറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലഭാഗത്തുള്ള മലക്ക് പറയും, അത് രേഖപ്പെടുത്തരുത്. കാരണം അവൻ തൗബ ചെയ്യുമോ? നമുക്കൊന്ന് നോക്കാം. രാത്രിയിലാണ് തെറ്റ് ചെയ്തതെങ്കിൽ പകൽ വരെ സമയം കൊടുക്കണം. പകൽ സമയത്ത് അവൻ തൗബ ചെയ്തെങ്കിലോ, പകൽ സമയത്താണ് തെറ്റ് ചെയ്തതെങ്കിൽ രാത്രി വരെ സമയം കൊടുക്കണം. രാത്രി അവൻ തൗബ ചെയ്തെങ്കിലോ, ആ സമയത്ത് മലക്ക് ആ സമയത്ത് രേഖപ്പെടുത്തുന്നില്ല. അത്രയും മനുഷ്യരെ തെറ്റിൽ നിന്ന് മുക്തനാക്കാനാണ് പടച്ച റബ്ബിന്റെ തീരുമാനം. തെറ്റ് ചെയ്യുമ്പോഴേക്ക് ശിക്ഷിക്കാനല്ല റബ്ബ് തീരുമാനിക്കുന്നത്. ഓ സഹോദരാ, ഇങ്ങനെ മനുഷ്യൻ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നു. ഹറാമിലേക്ക് നോക്കി പോകുന്നു. ഹറാമായ പലതും ചെയ്തു പോകുന്നു. ഹറാമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ഞാനും നിങ്ങളും ചെയ്യുന്നു. ഈ തിന്മകളൊക്കെ ഒന്ന് പൊറുപ്പിക്കാൻ അല്ലാഹു ഒരുപാട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ 5 നേരം എടുക്കുന്ന വുളു. യഥാർത്ഥത്തിൽ ഒരു വുളു എടുത്താൽ അല്ലാഹു തആല നിർദ്ദേശിച്ചതുപോലെ, മുത്തുനബി നിർദ്ദേശിച്ചതുപോലെ, ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ കുറ്റമറ്റ രൂപത്തിലാണ് ഒരു വുളു എടുക്കുന്നതെങ്കിൽ, ആ വുളു അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അതോടുകൂടി കഴുകിപ്പോകുന്നതാണ്. ബിസ്മി ചൊല്ലിയിട്ടാണ് വുളു എടുക്കുന്നത്, അവന്റെ ശരീരത്തിലെ എല്ലാ പാപങ്ങളും അതുകൊണ്ട് കഴുകിപ്പോകുന്നതാണ്. ബിസ്മി ചൊല്ലാതെയാണ് വുളു എടുക്കുന്നത്, എന്നാൽ വുളുവിന്റെ വെള്ളം തട്ടിയ സ്ഥലത്തുള്ള എല്ലാ പാപങ്ങളും കഴുകിപ്പോകുന്നതാണ്. പക്ഷേ എന്ത് വേണം? ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചപ്പോ ആ വുളു ബോധത്തോടു കൂടി ചെയ്യണം, അതോടുകൂടി ചെയ്യണം. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യണം. ഈമാനോടുകൂടി ചെയ്യണം. മറ്റുള്ള എല്ലാ നിബന്ധനകളും ഒത്തുകൊണ്ട് ചെയ്യണം. കിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുളു എടുക്കണം. ഇരുന്നു കൊണ്ട് വുളു എടുക്കണം. അതൊക്കെ വുളുവിന്റെ ചിട്ടകളാണ്, അദബുകളാണ്. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വുളു എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അത് പള്ളിയുടെ സൗകര്യം അനുസരിച്ച് ഉണ്ടാക്കിയ ഹൗദുകളാണ്, സംവിധാനങ്ങളാണ്. യഥാർത്ഥത്തിൽ വുളു എടുക്കേണ്ടത് ഓരോരുത്തരും അവനവന്റെ വീട്ടിൽ വെച്ചാണ്. ഈ അദബുകളൊക്കെ പാലിച്ചുകൊണ്ടാണ്, അത് ഇരുന്നു കൊണ്ടാണ് വുളു എടുക്കേണ്ടത്. അത് പ്രത്യേകം സുന്നത്താണ്. ടാപ്പിൽ നിന്ന് വുളു എടുക്കലും എല്ലാവരും വുളു എടുക്കുന്ന ഹൗദിൽ നിന്ന് വുളു എടുക്കലുമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എല്ലാ മുഅ്മിനീങ്ങളും വുളു എടുക്കുന്ന ഹൗദിൽ നിന്ന് വുളു എടുക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ
ആദ്യമായിട്ട് ഉണ്ടാക്കിയ നല്ല മണ്ണിന്റെ പാത്രമുണ്ട്. ആ പാത്രത്തിലെ വുളു വെള്ളം കൊണ്ടാണോ ഞാൻ വുളു എടുക്കേണ്ടത്? അതല്ല, മറ്റു മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി കൈയിട്ടെടുക്കുന്ന ഹൗദിൽ നിന്നാണോ വുളു എടുക്കേണ്ടത്? ഹൗദിൽ നിന്ന് വുളു എടുക്കലാണ് ഏറ്റവും പുണ്യമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ നമ്മുടെ നാട്ടിലൊക്കെ ഹൗദിൽ നിന്ന് വുളു എടുത്തിരുന്നത്. അന്ന് മാറാവ്യാധി രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്ന് പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നില്ല, അന്ന് ഇന്നത്തെ പോലെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് വുളു എടുത്താൽ ആ വുളു എടുക്കുന്ന വെള്ളം ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴലോടുകൂടി അവന്റെ പാപങ്ങളും കഴുകിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വുളു കൊണ്ട് ചെയ്തിട്ടും വുളു എടുത്തിട്ടും തീരാത്ത പാപങ്ങൾ ഉണ്ടെങ്കിലോ, വുളു എടുത്തിട്ടും കഴുകപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെങ്കിലോ, ആ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി രണ്ടാമത്തെ ഓപ്ഷനാണ് അവൻ പള്ളിയിലേക്കുള്ള നടത്തം. 5 വഖത്ത് നിസ്കാരം, നിസ്കാരങ്ങളെ കൊണ്ട് പുറത്തു പോകും. അതിനാണ് അല്ലാഹു 5 നിസ്കാരങ്ങൾ വെച്ചത്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് അറിവ് വേണം. വീട്ടിൽ വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടും വെക്കുമ്പോൾ ഒരു ചവിട്ടിങ്ങനെ ഉയർത്തുമ്പോൾ ഒരു ദർജ ഉയരുന്നതാണോ? ആ അടുത്ത കാല് താഴേക്ക് വെക്കുമ്പോൾ നിന്റെ ഒരു പാപം നിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇതുകൊണ്ടാണ് പള്ളിയുടെ അടുത്തുള്ള വീടും പള്ളിയെ തൊട്ട് അകന്ന വീടുമായി പള്ളിയിൽ നിന്ന് അകന്ന വീട്ടിൽ നിന്ന് നടന്നു വരലാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ കാണാം. നിങ്ങൾ കേട്ടില്ലേ സൂറത്ത് യാസീനിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അതേ, പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ ഓരോന്നും നാം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെല്ലാം സുഹൃതങ്ങളുണ്ട്. നിന്റെ പാപങ്ങൾ അതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. നിസ്കാരം കൊണ്ട് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ 5 വഖത്ത് കൃത്യമായിട്ട് നിസ്കരിച്ചാൽ, ആ നിസ്കാരം കുറ്റമറ്റ രൂപത്തിലായാൽ, അദബുകളും ചിട്ടകളും ഒക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, ബോധത്തോടുകൂടി നിസ്കരിച്ചാൽ, അഇമ്മത്ത് പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ചാൽ, നിന്റെ നിസ്കാരത്തോടുകൂടി എല്ലാ ചെറുദോഷങ്ങളും നിന്നിൽ നിന്ന് പൊറുക്കപ്പെട്ടു പോകും. അതെല്ലാം റബ്ബ് മാപ്പ് ചെയ്തു പോകും. അത് കഴുകിപ്പോകുന്നതാണ്. ഇതുകൊണ്ടാ മസലു സലവാത്തിൽ ഖംസി കമസലി ജവഹരിൻ ഖംറിൻ ജാരിൻ അലാ ബാബി അഹദിക്കും യഗ്തസിലു മിന്നു കുല്ല യൗമിൻ 5 മറ. നിങ്ങളെ വീട്ടു പടിക്കൽ കൂടി നന്നായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നൽതണ്ണീരുള്ള ഒരു പുഴയിൽ നിന്ന് ഒരാൾ 5 നേരം കൃത്യമായി കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്ക് ബാക്കി ഉണ്ടാകുമോ? ഇല്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ കുറ്റമറ്റ രൂപത്തിൽ 5 നിസ്കാരങ്ങൾ അങ്ങനെയാണ്. നിസ്കാരം എന്ന പേരിൽ കുത്തിമറിയലല്ല. ഈ കുത്തിമറിയുന്നതിന് കാര്യമില്ല. പക്ഷേ ബോധത്തോടുകൂടി അദബുകളും ചിട്ടകളും ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം കൊണ്ട് നീ ഒരു ക്ലിയറായ മനുഷ്യനായി. നിന്റെ പാപങ്ങളെല്ലാം പുറത്തുപോയി. അല്ലാഹ് അങ്ങനെ നിസ്കാരം കൊണ്ടും പുറത്തു തീർന്നില്ലെങ്കിലോ നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അതിനും കൂടുതലാണ്. എമ്പാടും ദോഷങ്ങളാണ് നീ ചെയ്യുന്നത്. ചെറുദോഷങ്ങളാണ് ഈ പറയുന്നതൊക്കെ. കള്ളു കുടിച്ചതിനെ കുറിച്ചല്ല, വ്യഭിചരിച്ചതിനെ കുറിച്ചല്ല, കളവ് നടത്തിയതിനെ കുറിച്ചല്ല, മാരണം ചെയ്തതിനെ കുറിച്ചല്ല, മാതാപിതാക്കളെ വിഷമിപ്പിച്ചതിനെ കുറിച്ചല്ല, പലിശ വാങ്ങിയതിനെ കുറിച്ചല്ല. അത്തരം തെറ്റുകളൊന്നും പൊറുക്കൂല.
അതേ സമയത്ത് ചെറുദോഷങ്ങൾ അന്യപെണ്ണിനെ നോക്കിയത്, അന്യപെണ്ണിനോട് കിന്നാരം പറഞ്ഞത്, ഏതോ ചില ആവശ്യങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ കളവ് പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, ഗീബത്ത് കേട്ടത്, ഇങ്ങനത്തെ ചെറുദോഷങ്ങളൊക്കെ അങ്ങ് പൊറുക്കപ്പെട്ടു പോകുന്നതാണ്, പൊറുക്കപ്പെട്ടു പോകുന്നതാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം വെച്ചിരിക്കുന്നത്. അങ്ങനെ നിസ്കാരം കൊണ്ടും പൊറുത്തു തീർന്നില്ലെങ്കിലോ, നിസ്കാരം കൊണ്ടും തീരാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു തആല പിന്നെ വെച്ചിരിക്കുന്ന ഓപ്ഷനാണ്, മോനെ ഒരു ജുമുഅ നിസ്കാരം, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു കുറ്റമറ്റ രൂപത്തിൽ വെള്ളിയാഴ്ച ഒരു ജുമുഅ നിസ്കരിച്ചാൽ അതിന്റെ അദബുകളും ചിട്ടകളും ഒക്കെ പാലിച്ചുകൊണ്ട് ബഹുമാനത്തോടുകൂടി ജുമുഅ നിസ്കരിച്ചാൽ അടുത്ത കഴിഞ്ഞ ജുമുഅ മുതൽക്ക് ഈ ജുമുഅ വരെ നിന്റെ എല്ലാ പാപങ്ങളും അതുകൊണ്ട് പൊറുക്കപ്പെട്ടു പോകും, അല്ലാഹു മായ്ച്ചു കളയും. അതിനാണ് അല്ലാഹു ജുമുഅ നിസ്കാരം വെച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, സുബ്ഹാനല്ലാഹ്, പൊറുക്കാത്ത പാപങ്ങളുണ്ടെങ്കിലോ, അതുകൊണ്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിലോ, ആ പാപങ്ങൾ പൊറുക്കാൻ പടച്ചറപ്പ് ഒരു വാർഷികമായിട്ട് വെച്ച മറ്റൊരു സംവിധാനമാണ് വിശുദ്ധ റമളാൻ. വുദു എടുത്തിട്ട് പൊറുക്കപ്പെടാത്തത്, നിസ്കരിച്ചിട്ട് പൊറുക്കപ്പെടാത്തത്, ജുമുഅ കൊണ്ട് പൊറുക്കപ്പെടാത്തത്, പിന്നെ ഒരു വർഷത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് മോനെ റമളാൻ എന്ന് പറയുന്നത്. റമളാൻ മാസത്തിലും ഒരാളെ പാപങ്ങൾ പൊറുത്തില്ലെങ്കിലോ, റമളാൻ മാസത്തിൽ ഒരാൾക്ക് മാറ്റം വന്നില്ലെങ്കിലോ, റമളാൻ മാസത്തിലും ഒരാൾക്ക് ചിന്ത വന്നില്ലെങ്കിലോ, തന്റെ പാപങ്ങൾ പൊറുപ്പിക്കണമെന്ന് തോന്നിയില്ല, തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് തോന്നിയില്ല, ആ മനുഷ്യനെ പറ്റി ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായി പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. റമളാൻ മാസം വേണം, എല്ലാവരും ഹിദായത്തുള്ളവരാവണം എന്ന് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നാസി അജ്മഈൻ. ഈ ജഹന്നമിനെ ഞാൻ നിറച്ചു തരുന്നതാ, മനുഷ്യരെ കൊണ്ട് നിറക്കുന്നതാ, ജിന്നുകളെ കൊണ്ട് നിറക്കുന്നതാ, വാക്ക് കൊടുത്തതാ. അതിനാൽ തന്നെ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, ഒരുപാട് മനുഷ്യരെയും ധാരാളം ജിന്നുകളെയും ഈ ജഹന്നമ നിറക്കാൻ വേണ്ടി മാത്രം നാം സൃഷ്ടിച്ചിട്ടുണ്ട് നബിയേ. അവരെ നാം സൃഷ്ടിച്ചത് ജഹന്നമ നിറക്കാനാ. ജഹന്നമ അല്ലാഹു നിറക്കുന്നത് വിറക് കൊണ്ടല്ല, കല്ല് കൊണ്ടല്ല, മറ്റു വസ്തുക്കളെ കൊണ്ടല്ല, മനുഷ്യ. നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ റസൂലാ. മലക്കുകളുണ്ടെന്ന് പറഞ്ഞു തന്നത് മുത്ത് റസൂലാ. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നത് മുത്ത് റസൂലാ. നരകമുണ്ടെന്ന് പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂലാ. സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നതും അല്ലാഹുവിന്റെ റസൂലാ. നിസ്കരിക്കണമെന്ന് നമ്മോട് പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ റസൂലാ. വിശുദ്ധ റമളാനിൽ എത്ര ചൂടുണ്ടെങ്കിലും പട്ടിണി കിടന്ന് നോമ്പെടുക്കണമെന്ന് നമ്മോട് പറഞ്ഞു തന്നതും നാം നോമ്പെടുക്കുന്നതും മുത്തുനബി പറഞ്ഞത് കൊണ്ടാ. ഹജ്ജ് ചെയ്യുന്നത് തങ്ങൾ പറഞ്ഞത് കൊണ്ടാ.
ജിബ്രീൽ, മീകായിൽ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സർവ്വ മലക്കുകളെയും നമ്മൾ വിശ്വസിക്കുന്നത് ഈ തങ്ങൾ പറഞ്ഞത് കൊണ്ടാ. ഈ തങ്ങൾ പറഞ്ഞതല്ലാതെ ആഖിറത്തെ കുറിച്ചൊരു വിവരവും ഒരാൾക്കുമില്ല. സയൻസിന് കണ്ടെത്താൻ കഴിയൂല. ഇമാമിങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയ വിഷയങ്ങളല്ല. ശാഫി ഇമാമിന് അഭിപ്രായം പറയാൻ പറ്റിയ കാര്യമല്ല. അബൂ ഹനീഫ തങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റിയ കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതങ്ങ് അപ്പാട് വിശ്വസിക്കലല്ലാതെ ആഖിറത്തിന്റെ കാര്യത്തിൽ മറ്റ് നിയമങ്ങളൊന്നുമില്ല. ഓർത്തു നോക്കൂ സഹോദരാ, വിശുദ്ധ ഖുർആനിൽ 90% അഖ്ബാറുകളാ, ആഖിറത്തെ കുറിച്ചുള്ള വിവരങ്ങളാ, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിവരങ്ങളാ. അഹ്കാമുകൾ പറഞ്ഞത് 10%. ആരെങ്കിലും ഖുർആൻ ഒന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ടോ? ഖുർആൻ പഠിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖുർആനിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ഏതാണ്? ആഖിറമാണ്, ആഖിറത്തിന്റെ കാര്യങ്ങളാണ്. അല്ലാഹ് നിസ്കരിക്കണമെന്ന് വളരെ കുറഞ്ഞ ആയത്തിലാ, ബാക്കി നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. നോമ്പ് നോൽക്കണം ഏതാനും 1-2 ആയത്തുകളിലാ, ബാക്കി ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാത്തവർക്കുള്ള ശിക്ഷയാ പറഞ്ഞത്. നോമ്പ് നോറ്റവർക്കുള്ള പ്രതിഫലമാ പറഞ്ഞത്. ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹു 1-2 ആയത്തിലാ പറഞ്ഞത്, ബാക്കി ഹജ്ജ് ചെയ്യാത്തവർക്കുള്ള കുറ്റമാ പറഞ്ഞത്. പലിശ വാങ്ങരുത്, കൊടുക്കരുതെന്ന് 1-2 ആയത്തിലാ റബ്ബ് പറഞ്ഞത്, ബാക്കിയൊക്കെ പലിശ വാങ്ങുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയാ പറഞ്ഞത്. അതിന്റെ ഗൗരവത്തെ കുറിച്ചാ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പടച്ച റബ്ബ് ഖുർആനിലൂടെ പഠിപ്പിച്ചത് ആഖിറമാണ്, ജഹന്നമിനെ പറ്റിയാണ്.